മരണമേ നിന്റെ ജയമെവിടെ? അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. മരണമേ നിന്റെ ജയമെവിടെ? അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ജഡമായ മായന്റെ മധ്യഗ്രഹം തരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം അതിനൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ജഡമായ മായന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം അതിനൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. സിയോന്റെ വാസം നാം ധ്യാനിക്കണം, ഉത്തരരുഷലേം ഓർത്തിടണം. ഇവിടുള്ള വീടും ധനങ്ങളെല്ലാം സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ. സ്വർഗീയ പിതാവേ നിന്നിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിലാക്കണേ. നിന്നിതം ചെയ്തോ ഞാൻ നിൻസുതനെ പോലെ, നിന്നിതം ചെയ്തോ ഞാൻ നിൻസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിന്നിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിന്നിതം ചെയ്യുവാൻ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിന്നിതമെന്തെന്നു ഞാൻ അറിയുന്നു. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിന്നിതമെന്തെന്നു ഞാൻ അറിയുന്നു. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. പുണ്യമാണ് നീതി ലോകലാവണ്യം, പുണ്യമാണ് നീതി ലോകലാവണ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാൻ അറിയുന്നു, സംഗീതമാണെന്നു ഞാൻ
ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രയർ സെന്റർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിശുദ്ധിക്കും വചനത്തിനും സുവിശേഷീകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള അത്ഭുതങ്ങളിലും വിടുതലിലും രോഗസൗഖ്യത്തിലും വിശ്വസിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പാസ്റ്റർ രാജു പൂവക്കാല ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും. ലിവിംഗ് കരിസ്മയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവവചനവുമായി നമുക്ക് ഒരുമിച്ച് പങ്കിടുവാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുമായി പങ്കെടുക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, വചനം കേൾക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകമായി വചനം പറയുന്നു, നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ടെൻഷൻ മാറാൻ ഏറ്റവും വലിയൊരു അവസരമാണത്. ഏത് സമയത്താണ് ദൈവം നമുക്കൊരു പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ഒറ്റ സെക്കൻഡ് മതി. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ ദൈവം വരുത്തുകയാണ്. ഇതൊരു ഭംഗിവാക്കായി പറയുകയല്ല. ഞങ്ങൾ പറയുമ്പോൾ ദൈവം അങ്ങനെ പ്രവർത്തിച്ച ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദൈവവചനം പറയുന്നത് കൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി സാക്ഷ്യത്തിന് കൂടുതൽ സമയം എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയല്ല. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒറ്റ സെക്കൻഡ് മതി. നിങ്ങൾ എവിടെ ഇരിക്കുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്നെ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, നമ്മളെ എല്ലാം അറിയുന്ന ഒരു ദൈവം സഹോദരി ജീവിച്ചിരിക്കുന്നു. എൻ്റെ അനുഭവം നിങ്ങൾ പറഞ്ഞാൽ, ഞാനൊരു പോളിയോ രോഗബാധിതനായിരുന്നു. ജനിച്ച് 30 ദിവസമായപ്പോൾ പോളിയോ രോഗം ബാധിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്നെ മാറ്റിവെച്ചതാണ്. എന്നാൽ അന്ന് അനേക ദൈവമക്കൾ എൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ എനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവനെ ദൈവം എനിക്ക് മടക്കി തന്നു. ഞാൻ 6 വയസ്സ് വരെ നടക്കുന്ന 2 കാലുകൾ ഒടിഞ്ഞു മടങ്ങിയിരുന്നൊരു പോളിയോ രോഗബാധിതനായിരുന്നു ഞാൻ. എന്നാൽ അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ട് എൻ്റെ കാലുകൾക്ക് ബലം നൽകി. ഇന്ന് നടക്കാന്, നിൽക്കാന്, വാഹനം ഓടിക്കാനുള്ള ആരോഗ്യം എൻ്റെ ദൈവം എൻ്റെ കാലുകൾക്ക് നൽകി തന്നു. എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാനും സർവശക്തനായ ദൈവമാണെന്ന് ഇന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പൗരുഷൻ TV ചാനലിലെ കാണാക്കാഴ്ച പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രോഗ്രാം എടുക്കാനായിട്ട് വീടുകളിൽ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ പല രോഗികളിലും, നാളുകളായി കിടക്കുന്ന പല രോഗികളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിടക്കുന്ന പോലെ ഞാനും കിടക്കേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയത് കൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. എന്നെ വിടുവിച്ച യേശുവിനെ നിങ്ങളെ വിടുവിപ്പാൻ കഴിയുമെന്ന് അവരോട് പറയാൻ കഴിഞ്ഞു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങളെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാനും കഴിയും. എന്നെ വിടുവിച്ച ദൈവത്തിന് നിങ്ങളെ വിടുവിക്കും. ഞാനിന്ന് ശുശ്രൂഷിക്കുന്നത്, പ്രസംഗിക്കുന്നത് എല്ലാം ആ ഒരു ബലത്തിലാണ്. ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ എൻ്റെ സ്വയമായിട്ടല്ല, ദൈവം തരുന്നത് മാത്രമാണ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വെറുതെ ഒരു ഭംഗിവാക്കായി പ്രാർത്ഥിക്കുകയല്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ഉറപ്പോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അടഞ്ഞ വഴികളെ എല്ലാം തുറക്കാൻ ദൈവത്തിന് കഴിയും. അവിശ്വസിക്കരുത്, വിശ്വസിക്കണം. നാളെ പ്രവർത്തിക്കുമെന്നല്ല, ഇപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് കാലതാമസങ്ങളില്ല. ധാരാളം പേരുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. മാരക രോഗങ്ങൾ വിടുവിച്ചത് ഞങ്ങൾക്ക് പറയാനുണ്ട്. ആ ദൈവത്തിന് ഇന്നും പ്രവർത്തിപ്പാൻ കഴിയും. എൻ്റെ പിതാവിനോട് പറഞ്ഞ അനുഭവം ഞാൻ നിന്നോട് പങ്കുവയ്ക്കാം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കാലിലൊരു പ്രത്യേകതര രോഗമുണ്ടായി. കാലിലെ മാംസം മുഴുവൻ ചീഞ്ഞ് പോകുന്നൊരു രോഗമുണ്ടായി. കാലിൻ്റെ മുട്ടിന് താഴ്വശം മുഴുവൻ ചീഞ്ഞ് അളിഞ്ഞ് കാലിൻ്റെ മാംസം മുഴുവൻ ഇറുന്നു പോകുന്ന രോഗമുണ്ടായി. 3 മാസം തനിക്ക് നടക്കാൻ കഴിയാതെ കിടപ്പിലായി. അന്ന് അധികം വിശ്വാസമില്ല, കുറച്ച് വിശ്വാസം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്നുണ്ടായിരുന്ന കുറച്ച് വിശ്വാസികൾ ഒരുമിച്ച് കൂടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരുമിച്ച് ചേർന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉപവാസിച്ച് പ്രാർത്ഥിക്കുകയാണ് കാല് സൗഖ്യമാകാനായിട്ട്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് 3 ദേവദാസന്മാർക്ക് ഒരുപോലെ പ്രയാണം ഉണ്ടായി.
എൻ്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ 3 പേരും തമ്മിൽ പറയാതെ 3 സ്ഥലങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയോഗപ്രകാരം എഴുന്നേറ്റ് വന്ന് എൻ്റെ പിതാവിൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അവർ പറഞ്ഞത് പിതാവ് മാത്രമല്ല, മറ്റ് പലരും പറഞ്ഞ അനുഭവസാക്ഷ്യം. അവരെ കണ്ണിന് നോക്കി നിൽക്കുമ്പോൾ അസ്ഥിയിൽ നിന്ന് അഴുകിപ്പോയ മാംസം പഴയ ക്രമത്തിൽ അത് തിരിച്ചു വരുന്ന കാഴ്ച അവരെ കണ്ടു. എൻ്റെ പിതാവ് പണ്ട് കാല് ഏത് നിലയിലായിരുന്നു അതേ നിലയിൽ കാല് കുത്തി നടക്കത്തക്ക ആരോഗ്യം ഒറ്റ നിമിഷം കൊണ്ട് ദൈവം നൽകിക്കൊടുത്തു. മനസ്സിലായോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, അന്ന് 1-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച യേശുവിനെ കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിരാശ വേണ്ട, നിർവീർപ്പ് വേണ്ട, ആത്മഹത്യ വേണ്ട. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ലോകത്തിൽ ആർക്ക് കഴിയും? എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനും കഴിയും. തത്വത്തെ തത്വം കൊണ്ട് നമുക്ക് ഖണ്ഡിക്കാൻ കഴിയും. ജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് ഖണ്ഡിക്കാം. പക്ഷേ അനുഭവത്തെ ഖണ്ഡിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും. ഈ വിശുദ്ധ ബൈബിളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം മുഴുവൻ ഊവയെന്നും ഇല്ല ഇല്ല എന്ന് വിശ്വസിപ്പാൻ നിങ്ങൾ കഴിയുന്നെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവത്തിന് കാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിങ്ങളെ ഇന്ന് അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ എവിടുന്ന് വന്നെന്നോ ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ എവിടെ ഇരിക്കുന്ന ചോദിക്കുന്നില്ല. നിങ്ങൾ വലിയ വീട്ടിലാണോ ചെറിയ വീട്ടിലാണോ ഇരിക്കുന്നത്? നിങ്ങൾ ആരുടെ മകനാണ് ആരുടെ മകളാണെന്ന് ചോദിക്കുന്നില്ല. നിങ്ങളുടെ മനുഷ്യനാണോ? നിങ്ങളുടെ അകത്തൊരു ആത്മാവുണ്ട്. ആത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാകിയ ദൈവത്തെ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് വളരെ ചിന്തയുണ്ട്, ഭാരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു വാക്ക് മതി നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട്. ഇന്നത്തെ ഞങ്ങളുടെ വാക്കിൽ നിങ്ങളുടെ ടെൻഷൻ എല്ലാം മാറണം. ഇനി എന്തിനാ ഭാരം വെച്ചുകൊണ്ടിരിക്കുന്നത്? ബൈബിളിൽ പറയും നിങ്ങളുടെ ഭാരമല്ല എൻ്റെ മേലിട്ടുള്ളവൻ ഞാൻ നിങ്ങളെ പുലർത്താമെന്നാണ്. നിങ്ങളുടെ എത്ര വലിയ ഭാരമാണെങ്കിലും ഇപ്പോൾ തന്നെ അത് ദൈവത്തിലേക്ക് വെച്ചുകൊടുക്കുക. ഈ നിമിഷം നിങ്ങളെ വിടിയിക്കും ദൈവം. നിങ്ങൾ ഏത് രാജ്യത്തിരിക്കുന്ന ആളാണെങ്കിലും, എത്ര ടെൻഷനോടെ ഇരിക്കുന്ന ആളാണെങ്കിലും, എത്ര മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിലും നിങ്ങളെ വിടിയിപ്പാൻ ദൈവത്തിന് കഴിയും. ബിസിനസ് തകർച്ചകളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പണം മുടക്കി മുഴുവൻ തകർന്നിരിക്കുന്ന ഒന്നുമില്ലാത്തവനായി നീ പുറത്തിറങ്ങാൻ കഴിയാതെ പരയ്ക്കാതിരിക്കുന്ന ദൈവം സംസാരിക്കുന്നു. ഒരു വിടുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ കരുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ ചിന്തിച്ചു വന്ന ദൈവത്തിന്റെ വചനം തീമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 ചില നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് ഒരു വിശ്വാസക്കപ്പ തകർന്നു പോയതൊരു വിഷയമാണ് സംസാരിച്ചു വരുന്നത്. എന്താണ് വിശ്വാസക്കപ്പ തകരുന്നതിനുള്ള കാരണങ്ങൾ ഇവിടെ പഠിച്ചു വരുമ്പോൾ ഒടുവിലായി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കാര്യം അമിതമായ ഭാരമാണ്. അമിതമായ ഭാരം, ഓവർ ബേർഡൻ എടുക്കുക. ഓവർ ബേർഡൻ, അമിത ഭാരം. അവരുടെ കപ്പാസിറ്റി കൂടുതലുള്ള ഭാരങ്ങൾ എടുക്കാൻ പാടില്ല. 25 കിലോ എടുക്കാനും കഴിയുന്ന ഒരാൾ 50 കിലോ ഭാരം എടുത്താൽ അവൻ്റെ ഭാരം എടുത്ത് നിൽക്കാൻ കഴിയില്ല. ഇന്ന് വിശ്വാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം അമിത ഭാരം എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവും മാതാവും എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ മെഡിസിൻ പഠിപ്പിക്കാൻ വിടുകയാണ്. ഞാൻ ചോദിച്ചു എവിടെയാണ് വിടുന്നത്? അത് പുറത്തൊരു രാജ്യത്താണ് വിടുന്നത്. ഞാൻ ചോദിച്ചു എത്ര ലക്ഷം രൂപയാകും? 60 ലക്ഷം രൂപയാകും. ഞാൻ ചോദിച്ചു ഉണ്ടോ? ഇല്ല. അവർ പറഞ്ഞു ഞങ്ങൾ ലോൺ എടുക്കാൻ പോകുക. ലോൺ എടുക്കാൻ വസ്തു ഉണ്ടോ? ഇല്ല. 1/2 ഏക്കർ സ്ഥലമേ ഉള്ളൂ. 1/2 ഏക്കർ സ്ഥലമുള്ള ആളെ കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് 60 ലക്ഷം രൂപ ലോൺ എടുക്കാൻ പോവുകയാണെന്ന്. ഞാൻ ചോദിച്ചു ആ ലോൺ അടയ്ക്കാനുള്ള വകുപ്പുണ്ടോ? ഇല്ല. അതെങ്ങനെ അടയ്ക്കും? അത് കുഞ്ഞ് ജോലി കിട്ടുമ്പോൾ അടയ്ക്കും. ഞാൻ പറഞ്ഞു നിങ്ങളെടുക്കുന്നത് ഓവർ ബർഡൻ, അമിത ഭാരമാണ്. അമിത ഭാരം എടുത്തു കഴിയുമ്പോൾ അത് മനുഷ്യനെ മെന്റൽ ഡിപ്രഷനിലാക്കി കളയും. കർത്താവ് തന്നെ പറയും നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് ഭാഗ്യമുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ ചോദിച്ചു ഇത്തരം മാത്രം ബേർഡൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് കൊച്ചിൻ്റെ ആഗ്രഹമാണ് മെഡിസിൻ പഠിക്കണം, അതുകൊണ്ട് അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്, മെഡിസിൻ പഠിക്കണമെന്നും പഠിപ്പിക്കുന്നു ആർക്കും ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അവനവൻ്റെ വരവ് ചെലവ് കാര്യങ്ങൾ നോക്കി വേണ്ടായോ അത് ചെയ്യാൻ? ഓവർ ബർഡൻ എടുത്തിട്ട് ഓവർ ഭാരം എടുത്തിട്ട് അമിത ഭാരം എടുത്ത് നിന്റെ കപ്പൽ മുങ്ങാനിടയാകരുത്. എല്ലാ കാര്യവും നോക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. അമിത ഭാരം മനുഷ്യനെ തകർക്കുകയാണ്. അവനവൻ്റെ വരവിൽ കവിഞ്ഞുള്ള ലോൺ എടുക്കുകയും വരവിൽ കവിഞ്ഞുള്ളതായ ഭാരങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തിട്ട്
പിന്നെ ദൈവത്തെ പടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമിതഭാരം നിന്റെ വിശ്വാസ കപ്പലിനെ ഉടച്ചു കളയും, നിന്നെ തകർത്ത് കളയും. എനിക്കറിയാം, കടക്കടി വന്ന് തകർന്നു പോയ പലരെയും എനിക്കറിയാം. അമിതഭാരം ഉണ്ടാകാൻ പാടില്ല. അമിതഭാരം വലിച്ചു വെക്കുന്നത് നിന്റെ ജീവിതത്തെ തകർച്ചയ്ക്ക് കാരണമായി തീരുന്ന കാര്യം മറന്നു പോകരുത്. രണ്ടാമത്തെ കാര്യം കപ്പ തകരാറ്. രണ്ടാമത്തെ കാര്യം യന്ത്രത്തിന്റെ തകരാറാണ്. യന്ത്രത്തിന്റെ തകരാറ് വന്നാൽ കപ്പൽ തകരും. എന്താണ് ആത്മീയ ജീവിതത്തിലുള്ള കപ്പൽ തകരുന്ന യന്ത്രത്തിന്റെ തകരാറ് എന്തൊക്കെയാണ്? ഒന്നാമതായി പ്രാർത്ഥനാ ജീവിതമില്ലാതെ വരികയാണ്. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ തകർന്നു പോകും. വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്ത ഒരു ആത്മീയ ജീവിതം നഷ്ടമായി തീരും. ഒരു പുസ്തകത്തിൽ വായിച്ചു, പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ സഭയ്ക്ക് ഭാരമാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ സഭയ്ക്ക് അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്നത് ഭാവിക്കുകയല്ല, പ്രാർത്ഥിക്കുന്നത് അഭിനയിക്കുകയല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി സിമ്പോസിയം എഴുതുകയല്ല, പ്രാർത്ഥിക്കാനായിട്ട് ഡിബേറ്റ് നടത്തുകയല്ല. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു വരമാണ്. പ്രാർത്ഥിക്കാൻ കൃപ കിട്ടിയ ആളുകളുണ്ട്. പെന്തക്കോസ്തിന്റെ ആദ്യകാലത്തെ വേലയുടെ വിജയത്തിന്റെ കാരണം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. മണിക്കൂറോളം മുട്ടുമടക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ മൈനസ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ ആളില്ല. പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആളുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ ആളില്ല. വിശ്വാസക്കപ്പ തകരാതെ അക്കരെ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് യന്ത്ര തകരാറുള്ളല്ലോ. ഒന്നാമത്തെ കാരണം പ്രാർത്ഥനയില്ല. ഒരു കുടുംബത്തെ നയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. നീ കൂടുതൽ സംസാരിക്കാതെ കുറച്ച് സംസാരിച്ചിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥികൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഞാൻ 8 മണിക്കൂർ പ്രാർത്ഥിക്കും. സ്പർജൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ, സ്പർജൻ പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ അടിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ടീമിനെ അദ്ദേഹം ഇരുത്തിയിട്ടാണ് മേളിൽ പ്രസംഗിക്കാനാണ് നിൽക്കുന്നത്. കൃപ അന്തരീക്ഷം കുറയുമ്പോൾ അദ്ദേഹം ആ സ്റ്റേജിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ താഴെ പ്രാർത്ഥന കൂട്ടും. അങ്ങനെയാണ് യോഗം അനുഗ്രഹിക്കപ്പെടുന്നത്. ഏതൊരു രാജ്യങ്ങളോ ഏതൊരു കുടുംബങ്ങളോ ഏതൊരു സഭയോ ഏതൊരു പാസ്റ്ററോ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അതിൻ്റെ പുറകെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഏതൊരു ദേവദാസന്മാർ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ പുറകെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനോ അമ്മയോ ഉണ്ട്. ഏതൊരു സഭ അനുഗ്രഹിക്കപ്പെടുന്ന ഓർക്കുക, ആ സഭയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രസംഗിക്കുന്നവരല്ല, പ്രാർത്ഥിക്കുന്നവർ. ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ കിരീടങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം കൊടുക്കാനും പോകുന്നത്. പ്രാർത്ഥിക്കുന്ന ലോകം അറിയും, പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം അറിയും. പ്രാർത്ഥിക്കാൻ നിനക്ക് വരം തന്നിട്ടുണ്ടെങ്കിൽ നീ കുഴിച്ചിട്ടല്ലേ, അത് 30, 60, 100 മേനിയായി നീ അത് ജ്വലിപ്പിക്കണം. നിന്റെ ആ കപ്പൽ ഉടയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പ്രാർത്ഥനയില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ കപ്പൽ ഉടയത്തില്ല. ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഇറങ്ങിയപ്പോഴൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു പോയി. പണ്ടത്തെ പോലെ പ്രാർത്ഥനയില്ല, പണ്ടത്തെ പോലെ ആരാധനയില്ല. ഓർക്കുക, പ്രാർത്ഥനയാണ് ഒരു കപ്പലിനെ ചലിപ്പിക്കുന്നത്. ഏത് കപ്പലിനെ? വിശ്വാസ കപ്പലിനെ. സഭയെ ചലിപ്പിക്കുവാൻ, നാടിനെ ചലിപ്പിക്കുവാൻ, കുടുംബങ്ങളെ ചലിപ്പിക്കുവാൻ പ്രാർത്ഥന കഴിയും. അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തെ കാരണം പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തെ ആരാധനയാണ്. പല ആളുകൾക്കും ആരാധിക്കാൻ താല്പര്യമില്ല. ആരാധനയ്ക്ക് പോകും, ആരാധിക്കത്തില്ല. എന്താണ് ആരാധന? സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ എല്ലാം മറന്ന് നീ കാണിക്കുന്ന ഏത് സ്തോത്രമാണെങ്കിലും സ്തുതിയാണെങ്കിലും അതാണ് ആരാധന. പല ആളുകളും ആരാധനയ്ക്ക് പോയാലും വാ തുറക്കത്തില്ല, കൈയടിക്കത്തില്ല, സ്തോത്രം പറയത്തില്ല. പല ആളുകളും ആരാധനയ്ക്ക് വന്ന് ബൈബിൾ പോലും എടുക്കാതാണ് ആരാധനയ്ക്ക് പോകുന്നത്. ആരാധന എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തെ ദൈവത്തിന് പങ്കിടുന്നതാണ് ആരാധന. നിന്നെ നടത്തിയ ദൈവത്തിന് എല്ലാം തുറന്നു കൊടുക്കുക. സ്തോത്രാഴ്ച അല്ലേ ആരാധന? അത് എൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആരാധന എന്ന് പറയുന്നത് നീ നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആരാധന ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം. കപ്പൽ തകരാതെ അക്കരെ എത്തണമെന്നുണ്ടെങ്കിൽ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന സഭകളെ ദൈവം അനുഗ്രഹിക്കും. വളരുന്ന സഭകളെ ഓർത്തോണം, അവിടെ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന സഭകളാണ്. അമ്മ സമാധാന കുടുംബങ്ങളെ നോക്കണം. ആ കുടുംബത്തിൽ ആരാധന കുടുംബങ്ങളാണ്. അവൻ ശരീരത്തിൽ വളരുന്ന, മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തികളെ നോക്കണം. അവൻ ആരാധിക്കുന്നവനാണ്. ആരാധിക്കാൻ യോഗത്തിന് പോകണമെന്ന് മാത്രമില്ല, ആരാധിക്കാനായിട്ട് നിന്റെ യാത്രയിൽ നിനക്ക് ആരാധിക്കാൻ കഴിയും, നിന്റെ കൂട്ടായ്മ നിനക്ക് ആരാധിക്കാൻ കഴിയും, നിന്റെ കാറിൽ യാത്ര നിനക്ക് ആരാധിക്കാൻ കഴിയും, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആരാധിക്കാനും കഴിയും, ജോലി സ്ഥലത്ത് നിനക്ക് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനും കഴിയും. പേഴ്സണൽ ലൈഫിൽ ഒരു വർഷിപ്പ് മൈൻഡ് ഉണ്ടെങ്കിൽ, ഒരു ആരാധന മനോഭാവം ഉണ്ടെങ്കിൽ നിന്നെ അതിരുകളിൽ അത് അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആരാധന മാത്രം പോരാ. മൂന്നാമത്തെ കാര്യം വിശുദ്ധി ഉണ്ടായിരിക്കണം.
വിശുദ്ധിയുള്ളവനെ മാത്രമേ ആരാധിക്കാൻ കഴിയുള്ളൂ. അശുദ്ധന്റെ ആരാധന ദൈവത്തിന് ആവശ്യമില്ല. നല്ല മനോഹരമായ നെയ്യപ്പമാണെങ്കിലും അത് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ വാങ്ങി ഭക്ഷിക്കുകയില്ല. ഇതുപോലെ നീ എത്ര ഉച്ചത്തിൽ ആരാധിച്ചാലും എത്ര ബഹളമുണ്ടാക്കി ആരാധിച്ചാലും വിശുദ്ധിയില്ലെങ്കിൽ ആരാധന ദൈവം പ്രസാദിക്കുകയില്ല. ഓഫിനി ഫെനഹാസും ദൈവത്തിന്റെ പട്ടകം എടുത്തുകൊണ്ട് ഫെരിസ്റ്റിനോട് യുദ്ധം ചെയ്യാൻ വന്നുവെങ്കിലും യുദ്ധത്തിൽ അവരെ പരാജയപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്നറിയാമോ? പട്ടകം പരാഞ്ഞിട്ടല്ല, ബഹളം ഉണ്ടാക്കിയിട്ടില്ല, ആരാധന മോശമായിട്ടുമല്ല. പക്ഷേ പട്ടകം കൊണ്ടുവന്ന ആ 2 ചെറുപ്പക്കാർ ദൈവത്തെ അപമാനിക്കുന്നവരായിരുന്നു, ദൈവനാമത്തെ അപമാനിക്കുന്നവരായിരുന്നു. മാത്രമല്ല ദൈവത്തിന്റെ പട്ടകത്തെ അപമാനിക്കുന്നവരായിരുന്നു. ദൈവത്തിന്റെ ആരാധ്യ എന്ന സ്ത്രീകളോടെ അപമര്യാദയായി പെരുമാറുന്നവരായിരുന്നു. അങ്ങനെയുള്ളവരെ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഈ കപ്പൽ ഉടയാതെ അക്കരെ പോകുവാൻ 3 കാര്യം: 1 പ്രാർത്ഥന, മറ്റൊന്ന് ആരാധന, മറ്റൊന്ന് വിശുദ്ധി. ദൈവം വിശുദ്ധിയുടെ ദൈവമാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അശുദ്ധിയുടെ കടങ്ങളല്ല നമുക്ക് പെടാതെ, വിശുദ്ധിയുടെ കടങ്ങളാണ് നമുക്ക് പെടാതെ. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ വിശുദ്ധിയോടും വേർപാടോടും നിർമ്മലതയോടും നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ഈ കപ്പൽ ഉടയാതെ അക്കരെ എത്തിക്കുവാനും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ തൻ്റെ ഇടത്തോടു കൂടെ ഈ കപ്പൽ അക്കരെ വിശുദ്ധിയോടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന മുൻപിൽ വേണം, രണ്ടാമതായി ആരാധന മുമ്പിൽ വേണം, മൂന്നാമതായി വിശുദ്ധിയോടുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ യന്ത്ര തകരാറിൽ നിന്ന് രക്ഷപ്പെട്ട് കപ്പൽ അക്കരെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ തീരുമാനമെടുക്കുമോ? ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുമെന്ന്, ഞാൻ വിശുദ്ധ ബൈബിൾ വായിക്കുമെന്ന്, സ്റ്റഡിയായ ഒരു ജീവിതം നയിക്കുമെന്ന് തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കാരണമുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതം ഞങ്ങൾക്ക് തെരുമാറാകണമേ കർത്താവ്. ഞങ്ങളുടെ കപ്പൽ അക്കരെ എത്തുവാൻ തടസ്സമായി ഞാൻ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പോരാട്ടങ്ങളും ഞാൻ ജയമെടുക്കുകയാണ് കർത്താവേ. ആത്മജീവിതത്തിൽ തൻ്റെ ഇടത്തോടും അനുഗ്രഹത്തോടും ശക്തിയോടും കൂടെ ഞങ്ങളുടെ പടകെ അക്കരെ എത്തിക്കാൻ വേണ്ട എല്ലാ സ്വർഗീയ കൃപകളും ഞങ്ങളുടെ പകരുമാറാകണമേ. തകർന്നു പോകാൻ നീ അനുവദിക്കല്ലേ, തരിപ്പിടമാകാൻ നീ അനുവദിക്കല്ലേ കർത്താവേ. സ്ഥിരമായ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് തെരുമാറാകണമേ, ആരാധനാ ജീവിതം തെരുമാറാകണമേ കർത്താവേ. വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റഡിയായ ജീവിതം നയിച്ച് ഞങ്ങളുടെ കപ്പൽ ഉടഞ്ഞു പോകാതെ അക്കരെ സുഖമായി എത്തുവാനും വേണ്ട എല്ലാ സ്വർഗീയ നന്മ പകൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോടെ അപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കാത്ത ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആർക്കും രോഗികളായിട്ടോ ഭാരത്തോടോ വേദനയോടോ കണ്ണുനീരോടോ കൈപ്പോടോ ഇരിക്കുന്നെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ വേഗത്തിൽ ഓടുന്ന വചനം വായിച്ച് കുടുംബത്തിലെ കെട്ടുകളെ പൊട്ടിച്ച് അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമാറാകണമേ. നീ ജീവിക്കുന്ന ദൈവവും ഞങ്ങൾ നിന്റെ മക്കളുമാണെന്ന് ഈ ദേശം അറിയുവാൻ നിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ കർത്താവേ, വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ഇവിടുത്തെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറ ഓർത്ത് ഭാരപ്പെടുന്ന ചിലർ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. തലമുറ എവിടെയായിരുന്നാലും എത്ര മാനസികമായ പിരിമുറുക്കത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറയുടെ കെട്ടഴിച്ച് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ തലമുറകൾ റിലീസാകട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ശാന്തമായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി വന്ദനം പറയുന്നു. ദൈവങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാൻ നിങ്ങൾ മടിക്കരുത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11 വരെ തിരുവല്ല പട്ടണത്തിൽ പുഷ്പരി റെയിൽവേ ക്രോസ് സമയമുള്ളതായ ആരാധന ആലയത്തെ ഞങ്ങൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ആരാധനയിൽ പ്രേസം വർഷിപ്പ് രോഗശാന്തി പ്രാർത്ഥന ആത്മീയ ശുശ്രൂഷ നടന്നു വരികയാണ്. ശക്തമായ വചന ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൗൺസിലിങ്ങിനുള്ളതായ പ്രത്യേകമായ അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ദീർഘദൂരം ആണെങ്കിലും ദൂരം കടന്നു വരുവാൻ ഞങ്ങളെ ക്ഷണിക്കുകയാണ്. ജാതി മത ഭേദമന്യേ എവർക്കും ആരാധന ആലയത്തിലേക്ക് ഹൃദയപൂർവ്വമായ സ്വാഗതം ചെയ്യുകയാണ്. വൈകിട്ട് 4:30 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കും വൈകിട്ട് 7 മണിക്കും പ്രത്യേകമായ വിടുതൽ ശുശ്രൂഷ നടന്നു വരികയാണ്. നിങ്ങളെ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്നവരെ സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസീസ് ജംഗ്ഷൻ പുഷ്പേരി റോഡ് പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷം വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കും. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം: പാസ്റ്റർ രാജു പൂവക്കാല, IPC പ്രയർ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 90, മഞ്ഞാടി, തിരുവല്ല 1. ഫോൺ നമ്പർ 9847032151 9744343051 0469262350. ഇമെയിൽ rajupokala@gmail.com. YouTube ID rajupokala youtube.com.